കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന ആരെയാണെന്ന് അറിയുമോ? കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനെയാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത്. കേട്ടോ, തുളസീദാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. തുളസീദാസ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്തകവിയായിരുന്നു. ഭക്തകവി, അതായത് അദ്ദേഹം തികഞ്ഞ ഒരു രാമഭക്തനായിരുന്നു. അദ്ദേഹം തുളസീദാസ് വിശ്വസിച്ചിരുന്നത് രാം ഹി ഈശ്വർ ഹേ, രാമനാണ് ഈശ്വരൻ എന്നാണ് ആര് വിശ്വസിച്ചിരുന്നത്? തുളസീദാസ് വിശ്വസിച്ചിരുന്നത്. തുളസീദാസിൻ്റെ കഥ അങ്ങനെ കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനെയാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ തുളസീദാസ രാമായണത്തിന് ഓടക്കുഴൽ പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ രാമായണത്തിലെ രാമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രാമൻ എന്ന് പറഞ്ഞാൽ മര്യാദാപുരുഷോത്തമനായിട്ടാണ് രാമായണം നമ്മെ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നന്മയുടെ ഒരു ഉത്തമ പ്രതീകമായാണ് രാമൻ എന്ന് രാമായണം പറയുന്നത്. അതുപോലെ തന്നെ രാമൻ്റെ പത്നിയായ സീതാദേവി എന്ന് പറയുമ്പോൾ സീതാദേവിയുടെ ജനനം എവിടെയാണ്? മിഥിലയാണ്. മിഥില എന്ന് പറയുമ്പോൾ ഇന്നത്തെ നേപ്പാളിലാണ് ഈ മിഥില സ്ഥിതി ചെയ്യുന്നത്. മിഥില നേപ്പാളിലാണ്. സീതാദേവി പിന്നെ ലക്ഷ്മി ദേവിയുടെ അവതാരമാണെന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീരാമൻ അവതാര പുരുഷനാണെന്നാണല്ലോ രാമായണം പറയുന്നത്. അതുപോലെ തന്നെ ഒരു മനുഷ്യന് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ, അത് അഭിമുഖീകരിക്കുന്ന രീതി, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് രാമനിലൂടെ നമ്മെ കാണിച്ചു തരികയാണ്. അതുപോലെ തന്നെ മനുഷ്യനെ തീർത്തും ചിന്തിപ്പിക്കുകയും ഒരുപാട് ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാനും രാമായണം വഹിക്കുന്ന പങ്കെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മനുഷ്യ തിന്മകളെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യനെ നന്മയുടെ തലത്തിലേക്ക് അല്ലെങ്കിൽ നന്മയിലേക്ക് ഉയർത്തുന്ന ഒരു അമൂല്യ ഗ്രന്ഥമാണെന്ന് രാമായണം. രാമായണത്തിന് ഒരുപാട് വേർഷൻസ് ഉണ്ട്. രാമായണത്തിലെ വേർഷൻസിനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോയിൽ പറയുകയുണ്ടായി. നമ്മൾ അങ്ങോട്ടൊന്നും നടക്കുന്നില്ല. കേട്ടോ, രാമായണം ഈ കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിലെ അറിയാതെ, കർക്കിടക മാസം അറിയപ്പെടുന്നതിനാണ് രാമായണ മാസം എന്നാണ്. നാലമ്പല ദർശനമൊക്കെ നടത്തുന്ന സമയമാണ് ഈ കർക്കിടക മാസം. നാലമ്പല ദർശനം